30 സീറ്റിൽ പിടിമുറുക്കി ബി.ജെ.പി കേരള ഘടകം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 30 എ ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കുമെന്ന് ബി.ജെ.പി സംസ്ഥാന ഘടകം അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് വി മുരളീധരനും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും ഉറപ്പായും വിജയിക്കുമെന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നു. മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രൻ, എം.ഡി. രമേശ്, ശോഭ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാലായിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കാക്കി പാലായിൽ പി.സി. ജോർജിന്റെ മകനും ബി.ജെ.പി നേതാവുമായ ഷോൺ ജോർജിന് സാധ്യത കൽപ്പിക്കുന്നു. ബി.ഡി.ജെ.എസിന്റെ സഹായത്തോടുകൂടി കൂടുതൽ സീറ്റുകളിൽ മികച്ച തിരഞ്ഞെടുപ്പ് വിജയം നേടാനാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും കൂടുതൽ സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ബി.ജെ.പിക്ക് അനുകൂലമായി ധാരാളം ക്രിസ്ത്യൻ വോട്ടുകൾ ഈ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പി വിലയിരുത്തുന്നത്. 2031 കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് പോലെയും മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചാൽ പോരാ, എ ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കണമെന്ന് അമിത്ഷാ കേരളത്തിലെ നേതാക്കൾക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിയമസഭയുടെ പടി കാണാൻ കഴിയില്ല എന്ന കണക്കൂട്ടലിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിൻ്റെത്. അതിനായി എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകം നിരീക്ഷകരെയും പ്രവർത്തകരെയും ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞു. കേന്ദ്രമന്ത്രിമാർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കുമാണ് ഓരോ മണ്ഡലങ്ങളുടെയും ചുമതല. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ വിതരണം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബി.ജെ.പി പിടിച്ചതുപോലെ കേരള ഭരണത്തിന്റെ തേരിലേറാനാകുമെന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.